Hello and welcome to our new vlog. Actually സമയം ഇപ്പോൾ രാത്രി 12:30 ഗൈസ്. അതുകൊണ്ട് അട്ടക്കുള്ള തൊള്ള തുറക്കണില്ല. ബിക്കോസ് ഫൈനലി നമ്മൾ നാളെ ഇന്ന് രാവിലെ നമുക്ക് ട്രെയിനാണ് ഗൈസ്. എങ്ങോട്ടേക്കാ? യെസ്, ഐ എം ബാക്ക് ടു നാട്ടിൽ. ഞാൻ നാട്ടിൽ പോകാം ഗൈസ്. കഴിഞ്ഞ കൊല്ലത്തെ ഓണത്തിന് പോയത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യെസ്, അത് കഴിഞ്ഞ പിന്നെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ 1.25 കൊല്ലമായി. ഞാൻ നന്നായിട്ട് മിസ് ചെയ്യണുണ്ട് കേട്ടാ. ആക്ച്വലി ആദ്യം അത്ര മിസ് ചെയ്യണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 3 മാസം 4 മാസമായിട്ട് ഞാൻ കുറച്ച് മിസ് ചെയ്യണുണ്ട്. ഒന്ന് പോകണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഹരിതം കൂടെ കണ്ടിട്ടൊക്കെ ഒന്ന് കണ്ണുമ്പോൾ എന്താ പറയുക, കുളിർമ വരുത്തി തിരിച്ചു പോരാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ. പിന്നെ പപ്പ കുറച്ച് സർപ്രൈസസ് ഒക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കുറച്ച് ഐഡിയ എനിക്കുണ്ട്. ബാക്കി സർപ്രൈസ് ഞാൻ നിങ്ങൾക്ക് തന്നെ തരാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ എന്തിനാ മൂങ്ങ ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്താ പറയുക, എന്തായാലും ഇന്ന് നാട്ടിൽ പോകാനുള്ള രാവിലെ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാൻ പോയതായിരുന്നു. ബിക്കോസ് അവരോട് ഞാൻ നുണ പൊട്ടിച്ച് വെച്ചേക്കാൻ ഞാൻ പിന്നെ ഹോളിയിലേ തിരിച്ചു വരുമെന്ന്. ഞാൻ അത്ര ദിവസം നുണ നിൽക്കില്ല. എനിക്ക് പിന്നെ ഇവിടെ ജോലിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തെ ഒരു വെക്കേഷൻ ടൈപ്പ് അങ്ങനെ ആയിട്ടുള്ള രീതിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം നവരാത്രി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുമാതിരി ഇങ്ങനെ ഭയങ്കര ഒരു ശൂന്യത, ഒന്നുമില്ല എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഡീറ്റോക്സ് ഫീൽ വരണമായിരുന്നു. എനിക്ക് എന്താ പറയുക, ഫോൺ വീടല്ലേ മോനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു മിനി വെക്കേഷൻ കൈൻഡ് ഓഫ് ആ ഒരു ഫീൽ എടുത്തിട്ട് തിരിച്ചു വരാമെന്നുള്ള ഒരു പ്ലാനായിട്ട്. സോ ഞാൻ കൂടുതലൊന്നും കൊണ്ടുപോകാൻ പോകണില്ല ഗൈസ്. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അവിടെയുള്ള ഐറ്റംസ് എനിക്ക് പാകമാവും എന്നുള്ളത്. ഞാനിപ്പോൾ സ്ലിം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പാകം ആവുമല്ലേ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ വർക്ക് പരമായിട്ടുള്ള ഐറ്റംസ്, നമ്മുടെ ഫോണും ക്യാമറയും അതൊക്കെ മാത്രമേ കൊണ്ടുള്ളൂ. ഗാഡ്ജറ്റ്സ് അത് മാത്രം കൊണ്ടുള്ളൂ. പിന്നെ കുറച്ച് അക്രപിക്ര ഐറ്റംസ് നമുക്ക് വേണ്ടിയതായിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ കൊണ്ടുപോകണുള്ളൂ. വേറെ ഞാൻ കൊണ്ടുപോകണില്ല. അവിടെ പോകുമ്പോൾ ഞാൻ നമ്മുടെ ഇവിടുത്തെ വീട് മിസ് ചെയ്യണ ഒരുമാതിരി അവസ്ഥ. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ച് നമുക്ക് പാക്കിങ് ചെയ്യാം. പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ കൊണ്ടുപോകാൻ ഞാൻ വിചാരിക്കണം. കാരണം എനിക്ക് അറിഞ്ഞൂടെ അവിടെ പ്രൊഡക്ട്സ് ഏതുണ്ട്, എന്തുണ്ട്, ഉണ്ടെങ്കിൽ തന്നെ എക്സ്പയർ ആയോ. അപ്പോൾ വെറുതെ മേടിച്ച് കൂട്ടണമെങ്കിലും അത് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ചുമക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ പാക്കിങ്. മമ്മി ഉറങ്ങി ഗൈസ്, എപ്പോഴേ ഉറങ്ങി. ഞാൻ പിള്ളേരുടെ കൂടെ ആടിപ്പാടി വന്നതിന് ശേഷം വാതിൽ തുറന്ന് വായിക്കണ കേട്ടു. ബട്ട് ഒന്നും അറിയാത്ത പോലെ നമുക്ക് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ നാളെ ട്രെയിനിൽ എന്ത് ഇടുമെന്നായിട്ട്. കാരണം എനിക്ക് നല്ല ഇതിൻ്റെ അകത്ത് പാറ്റ, ഇതിൻ്റെ അകത്ത് ഇനി വന്നു തുടങ്ങി. അതെ, മമ്മി ആക്ച്വലി അടക്കള മുഴുവൻ നെഫ്തലിൻ ബോൾ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടുപിടിച്ച സ്ഥലം. കഷ്ടം, എൻ്റെ ഡ്രസ്സുമേങ്ങാനും മുട്ടയിട്ടിട്ട് പോയാൽ കാണിച്ചത്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നാളെ എന്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇടാനാണ് എനിക്കൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ. കുറച്ച് ഫുൾ സ്ലീവ് ആയിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും അല്ലേ. കാരണം ഞാൻ തേർഡ് ബുക്ക് ചെയ്തേക്കണ കുറച്ച് കംഫർട്ടബിൾ ആകാനായിട്ട് നമുക്ക്. എനിക്ക് മനസ്സിലാവണില്ല എന്തുകൊണ്ട്. എനിക്ക് ശരിക്കും ജിമ്മിൻ്റെ വല്ല ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് പോകാൻ തോന്നുന്നത്. കാരണം അതിൻ്റെ പോലെ കംഫർട്ടബിൾ ഒന്നുമില്ലല്ലോ. ഞാൻ ഇത് തന്നെ ഇട്ടാൽ എന്ന് വിചാരിക്കണുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ കുറച്ച് നേരം മാത്രമേ ഇട്ടുള്ളൂ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോൾ. പക്ഷെ എന്താ സംഭവം എന്ന് അറിയാമോ, കയ്യിൻ്റെ ഇവിടെ ഇലാസ്റ്റിക് ആകേസ്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം 2 ദിവസം ട്രെയിനിൽ ഇരിക്കേണ്ടതാണ്. ഞാൻ അൺകംഫർട്ടബിൾ ആയി പോയാലോ. അപ്പോൾ അതാലോചിച്ചിട്ട് ഞാൻ വിചാരിക്കുക എന്ത് ചെയ്യും അവരൊക്കെ എന്താ പെടി കിട്ടണില്ല. ഫുൾ ഓവർ സൈസ് ടീഷർട്ടും ജോഗേഴ്സ് ഇട്ടാലോ. അതിന് എൻ്റെ അടുത്ത് വല്ല ഓവർ സൈസ് ടീഷർട്ട് ഉണ്ടോ എന്നുള്ളത് ആദ്യം തപ്പട്ടെ. എനിക്കൊരു ഓർമ്മയിൽ ഞാനിപ്പോൾ ഈയിടെ ഒരു ഓവർ സൈസ് ടീഷർട്ടും മേടിച്ച് കൂട്ടിയിട്ടില്ല. അതിൻ്റെ ചാൻസും കുറവാണ്. മിണ്ടല്ലേട്ടാ, മമ്മി ഉറങ്ങുവാണ്. എണീറ്റ് കഴിഞ്ഞാൽ എന്നെ മാത്രമല്ല നിങ്ങളെ വച്ചേക്കൂല. അപ്പം നമുക്ക് ഒന്ന് പത്തുക്കായിരിക്കണ കേൾപ്പിക്കാനായിട്ട് ഞാൻ പോണില്ല. ഇത് ആദ്യം ഒച്ചെടുത്ത് കഴിയട്ടെ. എനിക്ക് വിശക്കണോ. നമുക്കിതിനെ കട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ. താങ്ക് ഗോഡ്, ഇത് പുറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ ചവാള. എൻ്റെ അമ്മ, ഇതെന്താ ഇവിടെ ഇത്ര പാറ്റ. മമ്മി എന്തോരത്തിന് ഓടിച്ചു ഗൈസ്. സ്റ്റിൽ ഹിയർ. വൈ ദിസ് കൊലവറി. നിങ്ങൾ എന്തിനീ പരിപാടിക്ക് പോകണം? അതുകൊണ്ടല്ലേ മമ്മി നിങ്ങളെ പുറകെ വന്നത്. നിങ്ങൾ ഒളിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും. അപ്പോൾ കണ്ണിൽ പെടാണ്ട് നോക്ക്. കഷ്ടം. ആരാ നിങ്ങളെ ട്രെയിൻ ചെയ്യണം? മമ്മി വന്നെന്ന് വിചാരിച്ചു. ജലദോഷം ഉണ്ട് ഗൈസ്. നമുക്ക് ഈ ബൗളിൽ ചവാള കട്ടോണ്ട് പോവാം. അവരുടെ വീട്ടിൽ തന്നെ കക്കണ്ട ഗതികേട് എൻ്റെ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഇപ്പം മിസ് ചെയ്യണം ഗൈസ്. എനിക്ക് പോകണമെന്നില്ല. കാരണം അവരുടെ കൂടെ ഞാൻ 3 മണിക്കൂർ ഇരുന്നിട്ടാണ് വന്നത് കേട്ടോ. യെസ്, എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. എനിക്കിങ്ങനെ വിരഹം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ആരെയും കാണാൻ പോകാറില്ല സാധാരണ. കാരണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വരുമ്പോൾ ഈ ശോകമാണ്. നിങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ ഒരു വെളിപ്പൻ സ്വഭാവം?
ഓക്കെ, നാളെ കൊണ്ടുപോകാനുള്ളതൊക്കെ മമ്മി ആക്കി കഴിഞ്ഞു കേട്ടാ. നമുക്ക് കുറച്ച് ഇത് തിന്നാൽ പിന്നെ എനിക്ക് വേറൊരു ഐറ്റമും കൂടെ ഉണ്ട് കഴിക്കാൻ. ഞാൻ കാണിച്ചു തരട്ടെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നിങ്ങൾക്ക് ചവാണ ഇഷ്ടമാണ് ഗൈസ്? ലെറ്റ് നമ്മുടെ നാട്ടിലെ മിച്ചർ ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഇവിടുത്തെ ചവാണ. ഇങ്ങനെ സ്വീറ്റ്, സ്പൈസി, സോൾട്ടി, സോർ, പുളി, ഈ പതുക്കെ പുളിയൊക്കെ വരും ഇടയ്ക്ക്. നല്ല ടേസ്റ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. എങ്ങനെയുണ്ട്? അതിൻ്റെ ഒപ്പം നമുക്കുണ്ട് ന്യൂട്ടല്ലയുടെ ഹെൽത്തി സഹോദരനും സഹോദരിയും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ചെടുക്കാം. ഗൈസ് കഴിച്ചോ, എങ്ങനെയുണ്ട്? നെക്സ്റ്റ് ആയിട്ട് സോയാ സ്റ്റിക്ക്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യെസ് ഗൈസ്, എൻ്റെ എത്ര ഫേവറേറ്റ് ആണ് കേട്ടാ. ഇത് കണ്ടോണ്ടിരിക്കുക കേട്ടോ. നെറ്റ്ഫ്ലിക്സിൽ മൈ ഡീമൻ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സീരീസ്. പുതിയതല്ല ആക്ച്വലി, കുറച്ച് നാളായി വന്നിട്ട്. ഹിന്ദിയിൽ ഡബ്ഡ് വന്നത് ഇപ്പോഴാണ്. എനിക്ക് അങ്ങനെ കാണുന്നത് ഇഷ്ടം. എനിക്ക് ഇങ്ങനെ സബ് ടൈറ്റിൽ നോക്കി 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 പ്രാന്ത് പിടിക്കാൻ ഇഷ്ടമല്ല. കാരണം ഒരിടത്ത് വെച്ചും കൊണ്ട് എനിക്ക് എൻ്റെ പണി ചെയ്തുകൊണ്ട് ഇങ്ങനെ റേഡിയോ പോലെ കേട്ട് കേട്ട് പണി ചെയ്യണതാണ് ഇഷ്ടം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇരിക്കുമില്ല, എൻ്റെ പ്രൊഡക്ടിവിറ്റിയും പോകില്ല. എന്നാൽ ഞാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇതെൻ്റെ പുതിയ കവർ കണ്ടു നിങ്ങൾ. മറ്റത് പോയി ഗൈസ്, പൊളിഞ്ഞു പോയി. അപ്പം ഞാൻ വിളിച്ചത്തോടെ ബ്ലാക്ക് ആണ് ഇട്ടേ. കാരണം ബ്ലാക്ക് ഇട്ടപ്പോൾ ആ പർപ്പിൾ കളർ എടുത്തറിയണം നോക്കി എന്ത് രസമാണ്. പക്ഷേ മുമ്പ് വശം ചില്ല് ഫുൾ പൊട്ടിയിട്ടിരിക്കുകയാണ്. അത് വേറെ കാര്യം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കുറച്ച് സ്നാക്സ് എൻജോയ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ് തപ്പിയെടുക്കാം. കുറച്ച് ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കും. കാരണം കഴിച്ചത് കുറച്ച് ഗിൽട്ട് ഫീൽ വരുത്തുന്നു ഇപ്പോൾ. ബാറ്റ് എപ്പോഴുള്ള കാര്യം ഇത്, അത് നിങ്ങൾക്കറിയാമല്ലോ. എവിടെയെങ്കിലും നമ്മൾ പോകണമെങ്കിൽ എല്ലാ രാത്രിയും നമുക്ക് ഇങ്ങനെ തന്നെയാണ്. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങിയിട്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഗൈസ്, വലിയതായി വരുന്തോറും നമ്മളുടെ പാരൻസിനെ നമ്മൾ പാരൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വലിയതായി വരുന്തോറും എനിക്ക് മനസ്സിലാവണം നാളത്തെ ട്രെയിനിങ് സമയത്ത് കയറണം എന്നുള്ളത് ഉത്തരവാദിത്വം കുറേ നാളായിട്ട് ഇപ്പം ഞാൻ തന്നെയാണ്. സോ യെസ്, മമ്മി നമ്മളെ ബേബിയാണ്, മനസ്സിലായല്ലോ. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഗ്ലാസ് എടുത്താൽ വേറെ താഴത്തുനിന്ന് തന്നെ നിരത്താം. അയ്യോ കൂടുതൽ ചൂടായി. ബാക്കി രാവിലെ മമ്മിക്ക് കുടിക്കാറുള്ളത്, അല്ലെങ്കിൽ മമ്മി തന്നെ കൊടുക്കും. നാളെ നമുക്ക് കൊണ്ടുപോകാനുള്ള ചപ്പാത്തി. എന്താ മമ്മി തുറന്നു വെച്ചത്? മമ്മി എന്നോട് അടച്ചു വയ്ക്കാൻ പറഞ്ഞിരുന്നു. ദൈവമേ, അതുപോലെ പാറ്റ കയറിയാ? പാറ്റ ഇരിയ പാറ്റ, പ്ലീസ് നോ. കണ്ട, വെള്ളം ചൂടാക്കാൻ വന്നിട്ടായിരുന്നു ഞാൻ വെള്ളം എറിയിപ്പായി പോയത്. ഞാൻ ഞങ്ങൾക്ക് ചിൽ ചെയ്യുന്ന നല്ല ചൂടുവെള്ളം കുടിക്കും. മൈ ഡിമാൻഡ് കാണാം. കാരണം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗത്തിലിട്ട് കിടന്നുകൊണ്ടിരിക്കും. മെയിൽ ലീഡ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ഫീമെയിൽ ലീഡിനെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് നൈറ്റ് സൂട്ടിലിട്ട് വന്നെങ്കിൽ നമുക്ക് പാക്കിങ് ചെയ്യാം. ആക്ച്വലി പാക്കിങ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് നോക്കി ഞാൻ എല്ലാം ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ഞാൻ ഫുള്ളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കി. അപ്പോൾ എക്സ്ട്രാ കണ്ണട ഞാൻ എടുത്തു. ഇത് റോളടി കണ്ണട, ഇത് കംഫർട്ടബിൾ. ഓക്കെ, ബൈ ദ വേ ഞാൻ ഈ ഒരു ബാഗാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. കാരണം തിരിച്ചു വരുമ്പോൾ ഇതും കൊണ്ട് തന്നെ തിരിച്ചു വരാം. അതുകൊണ്ട് കാരണം ഞാനൊന്നും ഡ്രസ്സായിട്ട് പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകില്ല. പക്ഷെ മമ്മിയുടെ മേബി ചുരിദാറൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മമ്മി വേറെ ചുമക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മമ്മിയുടെ ഒരു നോർമൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടാവും. കാരണം മമ്മിക്ക് എന്തെങ്കിലും കയ്യിലില്ലെങ്കിൽ തൃപ്തി കിട്ടും. ലെൻസസ് വെച്ച് ലോഷൻ ഈ മണ്ടൻ കൊണ്ടുപോകേണ്ടി വരും ഗൈസ്. കാരണം ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ബിക്കോസ് എനിക്ക് തോന്നണില്ല ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. ഒരു കാര്യം അവിടെ പോയി മേടിക്കാൻ ആവശ്യം വരുവാണെങ്കിൽ. കാരണം ഇത് കൊണ്ടുപോയാൽ പാടോ. എങ്ങാനും തിരിച്ച് ഫ്ലൈറ്റിനാണ് ഞാൻ വന്നെങ്കിൽ നമുക്ക് ഇയർഫോൺസ് അത് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതുമ്മ 2 ഡോട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, മറക്കാണ്ടിരിക്കാം. ബിക്കോസ് ഇത് ചാർജ് ചെയ്യണം ആദ്യം. നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് പവർ ബാങ്ക്. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ ഒരു USB-C ടൈപ്പ് ഞാൻ വെച്ചേക്കാം. കാരണം C ടൈപ്പ് വെച്ച് ഇത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മേ ബി ട്രെയിനിൽ വെച്ചിട്ട് മമ്മിക്ക് ചാർജ് ചെയ്യണമെങ്കിലും മമ്മിയുടെ iPhone 15 അല്ലേ, അപ്പോൾ ഇത് ചാർജ് ചെയ്യാം. ഐഫോണിൻ്റെ ചാർജ് താങ്ക് ഗോഡ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ, എന്നാലും അത് എവിടെ പോയി? താങ്ക് ഗോഡ് ഗൈസ്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയാലും എൻ്റെ ഒരു കാര്യം. പിന്നെ മിനി സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ ആയിട്ട് പ്രോഡക്ട്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്, നമുക്ക് കാണും. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് മൈസൂർ വാട്ടർ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാക്കിൻ്റെ മിനി
ക്ലെൻസിങ് ബാം എടുക്കേണ്ടത്, മോയ്സ്ചറൈസിങ് ക്ലെൻസിങ് ഫോം. ടോണർ ആയിട്ട് സിമ്പിളുടെ ടോണർ, സൺസ്ക്രീൻ ഡോട്ട് എൻ കീയുടെ, നമുക്കൊരു ഐ ക്രീമും ഡോട്ട് എൻ കീയുടെ പുതിയ ഇറങ്ങിയ ലിപ്പാണ്. ലുക്ക് അറ്റ് ദ ഷെയ്ഡ് ബ്രോ. പൗഡർ ഫൗണ്ടേഷൻ കൂടെ ആണ് ഇത് കോമ്പാക്ട് പൗഡറിൻ്റെ ഒപ്പം. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. മസ്കാര എടുക്കാറണം, ദെൻ ലിപ്സ്റ്റിക്ക് എടുക്കേണ്ടി ഞാൻ പറയണം. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും മതി. ബെനിഫിറ്റിൻ്റെ ബെനിറ്റിൻ്റെ എടുക്കണം കേട്ടോ. വാട്ടർ പ്രൂഫ് അല്ലാത്ത മസ്കാരയും കൂടെ വെക്കണം. ഇൻ കേസ് ബോഡി കെയറിനായിട്ട് ഞാൻ ഈ ഒരു ബോഡി ഓയിൽ, ക്രാമ്പ് റിലീഫ് ഓയിൽ, ബോഡി ലോഷൻ വേണോ ഇനി? ബോഡി ഓയിൽ മാത്രം പോരെ ഞാൻ വിചാരിക്കും. ബോഡി ഓയിൽ മാത്രം മതി, എല്ലാം കൂടെ നമുക്ക് അതിനെ കൊണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും ഇത് എടുക്കണ്ട, അതിലും ഭേദമായി ഹിമാലയുടെ ഓറഞ്ച് ഫേസ് വാഷ് എടുക്കാം. അപ്പോൾ കുറച്ച് ദിവസം ഫിഷ് കെയറിൻ്റെ ഈ ഒരു പെപ്റ്റൈഡ് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഹെയർ സിറം, പാൻറ്റി ലൈനേഴ്സും കൂടെ വെച്ചേക്കാം. അപ്പോൾ പെട്ടെന്ന് എടുക്കാറ്. ഓ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഓ മൈ ഗോഡ്. ഓക്കെ ഗൈസ്, ഇതിനകത്ത് ഓൾറെഡി ഇതൊക്കെ ഉണ്ട്. പെപ്പർ സ്പ്രേ, അലാം ഉണ്ട് കേട്ടോ. ഓക്കെ ദാറ്റ്സ് കൂൾ. ഓക്കെ ക്രാമ്പ് റിലീഫും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ രീതിയിൽ ഇവിടെ തന്നെ. മേ ബി ലിപ് ബാമും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഹാൻഡ് ക്രീം എടുക്കണ്ടിട്ടാ. ഇതും അഗൈൻ എനിക്ക് എപ്പോഴും വേണ്ടി വരും. സോ ഇതിനകത്ത് തന്നെ വെക്കണം. ഓക്കെ പിന്നെ വേറെ ഒന്നും ഞാൻ എടുക്കണില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് നീക്കാം. ഓക്കെ ഓക്കെ ഈ സാധനം വേണം തലയിൽ കെട്ടണം. പിന്നെ ഒരു മേക്കപ്പ് റിമൂവറും പറയും. ഓക്കെ മെസ്സൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ അപ്പോൾ നമ്മൾ വൈചാൻസല അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോഴേ കുറച്ച് ഡെയിൻറ്റി ആയിട്ടുള്ള ജ്വല്ലറീസ് ഞാൻ എടുക്കണ്ടിട്ടാ. ജസ്റ്റ് ഈ ഒരു കട എടുക്കുന്നുണ്ട്. കട എന്ന് പറഞ്ഞാൽ കൈമണ്ണ കഫ് ബ്രേസ്ലെറ്റ്, പിന്നെ ഈ ഒരു വാച്ച്, നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വാച്ച്, പിന്നെ ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഹഗ്ഗീസ്, ക്യൂട്ടി ക്യൂട്ടി കുഞ്ഞിത്, പിന്നെ ഈ ചെറിയൊരു ക്ലിപ്പ് കുളിച്ചതിന് ശേഷം ഒന്ന് കുത്താനായിട്ട്, ഇതൊരു കുഞ്ഞി ഡെയിൻറ്റി ആയിട്ടുള്ളൊരു നെക്ക് പീസ്, ഹാർട്ട് പെൻഡൻറ്റുകൾ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനകത്തൊരു കുഞ്ഞി പൗച്ച് ഉണ്ട്. പൗച്ച് എന്ന് പറഞ്ഞാൽ സിപ്പ് ഉണ്ടാകട്ടു, ഇന്നർ സിപ്പ്. ഓ മൈ ഗോഡ്, ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല. പുത്തനായിട്ടിരിക്കുകയായിരുന്നു നമ്മുടെ കേരളമാണ്. അത് നല്ലൊരു കാര്യം കേട്ടോ. അപ്പുറത്തും ഉണ്ടോളൂ. ടു സൈഡഡാ ഗൈസ്, സോ ഗുഡ്. ഞാൻ ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഞാൻ വലിച്ചെറിഞ്ഞേക്ക് വരുന്നത് ഗൈസ് ഇതിൻ്റെ സ്റ്റോർ റൂമിൽ. ഇപ്പോഴതിൻ്റെ വില മനസ്സിലാവണം. ആക്ച്വലി ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും തുള കൊടുക്കാൻ പാടില്ല. എൻ്റെ അമ്മ അവിടെ കിടന്ന് ഉറങ്ങിയാണ്. ഇഷ്ടം പുറകെ ഇറക്കാം. ഇവിടെ തന്നെ ഓക്കെ. എൻ്റെ പേഴ്സും പിന്നെ ഐഡൻറ്റിറ്റി കാർഡ്, അത് വളരെ ആവശ്യമുള്ളതാണ്. ക്യാമറയുടെ ചാർജിനകത്ത് വെച്ച് ഗോഡ്. ഇതിലും ഞാൻ പാറ്റയും കൊണ്ടാണ് നാട്ടിൽ പോകണത്. കുറേ വിശ്വാസങ്ങൾ കൊണ്ട് ഒരു സൗകര്യമില്ല. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവരായിരിക്കും കഴിച്ച് നമ്മുടെ ഈ വീട് മേടിക്കാൻ പോകും. ഇനി ഒരു കുട്ടി ബാഗ് വയ്ക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ബാഗ് ഉണ്ടാവില്ല അല്ലേ. ഓക്കെ ചാർജർ എടുത്തു. ക്യാമറയുടെ 3 ഒരു ബാറ്ററി ഓൾറെഡി. മൈക്ക് ഓക്കെ ഗൈസ്. അപ്പോൾ എൻ്റെ മൈക്ക് വെക്കേണ്ട കേട്ടോ. കാരണം നാട്ടിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ കണക്കിന് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യണ്ടേ. അതിനുവേണ്ടി മൈക്ക് വേണം. കുറച്ച് വേളമൊന്നും ഉണ്ടാവാണ്ടിരിക്കും. പിന്നെ ബുക്സ് എടുക്കേണ്ടത് ഞാൻ ബൈക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. 2 ബുക്സ് ഉണ്ട്. ഇതേ ഒന്ന് ഈ ഒരു ദ ടൈം മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ആൻഡ് രണ്ടാമത്തത് ഈ ഒരു ഐ ഡോണ്ട് ലവ് യു എനിമോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് കേട്ടോ. സോ ഇൻസ്റ്റാഗ്രാം ഞാൻ കണ്ടതായിരുന്നു റെക്കമെൻഡേഷൻ. സോ ഭയങ്കര എക്സൈറ്റഡാണ്. നമുക്ക് 2 ബുക്ക് വയ്ക്കാം, വായിക്കാം. ബിക്കോസ് മോള് പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഈ ബുക്സൊക്കെ വായിക്കും. ഓക്കെ ഗൈസ്. പിന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ്, ആക്ച്വലി 2 ഇമ്പോർട്ടൻറ്റ് കാര്യം കൊണ്ടുണ്ട് നമ്മൾ മറന്നുപോയി ആ പേഴ്സിൽ വയ്ക്കാൻ. ഒന്ന് ചീപ്പ്, ഒന്ന് ടൂത്ത് പേസ്റ്റ്. ബ്രഷ് ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും. എൻ്റെ അടുത്ത് എക്സ്ട്രാ ബ്രഷ് ഇല്ല. എൻ്റെ ബ്രഷ് തന്നെ എടുത്ത് രാവിലെ പല്ല് വെച്ചിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ. ബാക്കി പേസ്റ്റും ചീപ്പ് എടുത്ത് എന്തായാലും വയ്ക്കാം. ബിക്കോസ് മമ്മിക്ക് ചീപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അവിടെ ചെന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ജീപ്പ് മേടിക്കണം മമ്മിക്ക്. കാരണം ഇത് ഞാൻ ഈ ടേപ്പ് വെച്ചേക്കല്ല. മമ്മിക്ക് നല്ലതാണ് വെച്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ. ഭയങ്കര വിഷമം വന്നു ഗൈസ്. എനിക്ക് അങ്ങനെ, എനിക്ക് ഇവിടെ നാട്ടിൽ പോകുമ്പോൾ ഭയങ്കര വിഷമം വരും. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വിഷമം വരും. എനിക്ക് ഇതിന് മാത്രം എന്നുള്ള പാക്കിങ് കംപ്ലീറ്റ് ആയി. പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി രാവിലെ മമ്മിയോട് ചോദിക്കാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. കാരണം തിന്നാനുള്ളത് കഴിക്കാനുള്ളത് ഉണ്ടാകുമല്ലോ. അപ്പം അതൊക്കെ നമുക്ക് ആക്കണം. വേറൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും മറക്കണുണ്ടോ? മറന്നാൽ തന്നെ ഇവിടെ ഹൂ കെയർസ്. ഐബ്രോ പ്രൊഡക്റ്റ് വേണ്ട, നമുക്ക് മസ്കാര വെച്ചാൽ സെറ്റ് ചെയ്യാം. പരമാവധി ഞാൻ കുറച്ച് ഐറ്റംസ് വെള്ളത്തിൻ്റെ ഉപ്പിട്ടാ. ഹൗ ഈസ് ദാറ്റ് പോസിബിൾ ഗൈസ്? ഐഫോണിലെ ഒരു സംഭവം കണ്ടുപിടിച്ച് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റണുണ്ടോ നോക്കട്ടെ. പറ്റുന്നുണ്ട്. പക്ഷെ ഒരുമാതിരി ഇങ്ങനെ കോളമൊക്കെ വന്നേക്കും. ഗ്യാസ് ഗുളിക വല്ലതും വേണം. അയമോദകം വെച്ചിട്ട് എടുക്കാം.
ആൻഡ് അമൃതാഞ്ജനും എടുക്കാം, പിന്നെ കുറച്ച് ചെവിയിൽ വയ്ക്കാൻ പറ്റേ ഉള്ളൂ, കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഓക്കെ ഡൺ ഗൈസ്. അപ്പോൾ ഞാൻ ഫുൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഉറക്കം വന്നിട്ടുണ്ട്, പക്ഷെ ഉറങ്ങാൻ തോന്നണില്ല. ഇപ്പം സമയം എത്ര 3 മണിയാവാറായി ഗൈസ്, ബ്രഹ്മമുഹൂർത്തം. എൻ്റെ എണീക്കേണ്ട സമയത്തിന് ഞാൻ ഇനി ഉറങ്ങാൻ പോവാം. അത്രയും സീനില്ല, നോക്കാൻ മതി. എന്താ ഒരു അടിക്കണ സംഭവം എനിക്ക് തോന്നണേ. നമ്മുടെ പവർ ബാങ്ക് ഡുഡു അടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഏറ്റവും പുറകെ കൊണ്ടുപോയത് വേറൊരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ പവർ ബാങ്കിൻ്റെ ഉള്ള ചാർജ്. നമുക്ക് അതിനെ പുറകോട്ടാക്കാം. ഒറ്റപ്പെടണ്ട. ഇലക്ട്രോണിക്സ് തമ്മിൽ നല്ല നോനി പറയാം അവർക്ക്. ഇത് യെസ്. ഞാൻ എൻ്റെ ഇയർഫോൺ ചാർജിന് വെക്കണം മാത്രമേ ഉള്ളൂ. ബാക്കി ഫോൺസൊക്കെ ഞാൻ നന്നായിട്ട് ചാർജ് ചെയ്തിട്ട് ഞാൻ 2 ഫോണിലും ഗൈസ്. ഇൻഫാക്ട് മമ്മിയുടെ ഫോണിൽ, മമ്മിക്ക് കാണേണ്ടതൊക്കെ മമ്മിയുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കാണേണ്ടത് 2 ഫോണിലും കുറേ സീരീസ്, കുറേ സംഭവങ്ങൾ ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഒക്കെ ഇരുന്ന് കാണും ഞാൻ. ആൻഡ് എഡിറ്റിംഗ് ചെയ്യണം ട്രെയിനിൽ ഫുള്ളിരുന്ന്. അതാണ് എൻ്റെ കാരണം. ഞാൻ ഒരു സീരീസ് കണ്ടാൽ ഞാൻ ബോറടിക്കും. അപ്പോൾ ഞാൻ ഇതിന് എഡിറ്റിംഗ്. എനിക്ക് എന്തോ ഒരു ഇത് ഗൈസ് ഇവിടെ ചിലപ്പോൾ ഉറക്കം കിട്ടാത്തതിൻ്റെ ആയിരിക്കും. ഇറന്ന് ഉറങ്ങാൻ. സോ യെസ് ഗൈസ്. അപ്പോൾ ഉറങ്ങണോ വേണ്ടെന്ന് ആലോചിക്കാം. നമുക്ക് ഉറങ്ങാം, അതായിരിക്കും നല്ലത്. 3 മണിക്കൂർ കുറച്ചെങ്കിലും അത് മതി. കാരണം ബാക്കി നമുക്ക് എന്തായാലും ട്രെയിനിൽ കിടന്ന് കുറേ കൂർക്കം വലിക്കേണ്ടതാണ്. സോ യെസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉള്ള ഗുഡ് നൈറ്റ്.